ഇന്നലെ ഏകദേശം ഈ ഒരു സമയത്താണെന്ന് തോന്നുന്നു നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അനുമോളും അനീഷും തമ്മിലുള്ള ഒരു സംഭാഷണമാണ് നമ്മൾ ആ ഒരു വീഡിയോയിൽ പറഞ്ഞത്. അപ്പൊ അതില് അനുമോളോട് അനീഷ് പറഞ്ഞൊരു കാര്യമുണ്ട്. അനുമോള് നിലപാടില്ലാത്തൊരു വ്യക്തിയാണ്, അനുമോള് നിലപാട് പ്രകടിപ്പിക്കുന്നില്ല എന്ന് പറയുന്ന അങ്ങനത്തെ ഒരു കോൺവെർസേഷനാണ്. അത് നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്, അത് കമന്റിൽ പിൻ ചെയ്ത് വെച്ചേക്കാം. അപ്പൊ ആ ഒരു ഇതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണോ എന്താണെന്ന് അറിയത്തില്ല. ഇപ്പൊ ലൈവിനകത്ത് കണ്ടൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, നമ്മുടെ അപ്പാനി ശരത്തിന്റെ അടുത്ത് പോയി നിന്ന്, അപ്പാനി ശരത്ത് അവിടെ ഇരിക്കുവാണ്, ആ ഒരു സോഫയിൽ ഇരിക്കുവാണ്. അപ്പൊ അനുമോള് പോയി നിന്നിട്ട് കൈ ചൂണ്ടി ശരത്തിന്റെ അടുത്ത് പറയുവാണ്, നിങ്ങൾ ഗ്രൂപ്പിസം കളിക്കാൻ വേണ്ടിയാണ് ഇവിടെ വന്നത് എന്ന്. ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. കാരണം അനുമോളിൽ നിന്നും അങ്ങനെ ഒരു ഡയലോഗ് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല, അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. ഇന്നലെ പറഞ്ഞുകൊണ്ടിരുന്നത് എനിക്ക് പേടിയാണ്, വഴക്ക് പേടിയാണ് എന്നാണ് അനുമോള് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇന്നിപ്പോ അത് നേരെ മാറി, പ്ലേറ്റ് മാറിയ പോലെ ആയിപ്പോയി. അനുമോൾ ആ നിലപാട് അവിടെ പ്രകടിപ്പിച്ചത് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. അത് ശരത്തിനും ശരിക്കും കൊണ്ടു. ശരത്ത് അവിടെ മാറിപ്പോയിരുന്നിട്ട് സരികേനെയും പിന്നെ അവിടെയുള്ള സകല ഫീമെയിൽ കണ്ടസ്റ്റൻസിനെയും വളരെ മോശമായ രീതിയിൽ പറയുന്നുണ്ട്. ഇനി ചേച്ചിയും ഇല്ല, അനിയത്തിയും ഇല്ല, ഒരു മറ്റേവളുമാരും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. സരിക ഫ്രോഡാണ് എന്നും അങ്ങനെ കുറെ കാര്യങ്ങൾ ശരത്ത് അവിടെ മാറിയിരുന്ന് പറയുന്നുണ്ട്. നാളെ മുതൽ കാണിച്ചു തരാം, ശരത്തിന്റെ കളി കാണിച്ചു തരാം, ശരത്തിന്റെ കളി ഇനി കാണാൻ പോകുന്നതേ ഉള്ളൂ, ഞാൻ നിനക്ക് തെളിയിച്ചു തരും എന്നൊക്കെയാണ് അപ്പാനി ശരത്ത് പറയുന്നത്. ശരത്തിന്റെ ഒറ്റയ്ക്കുള്ള കളി എന്താണെന്നൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയാം. കുറച്ചു നേരം മുമ്പ് രേണുസുതിയുടെ അടുത്തും പോയിരുന്ന വക്കാലത്ത് പറയുന്നുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ അക്ബറിന്റെ വക്കാലത്തല്ല, പുള്ളിയുടെ തടി സേവ് ചെയ്യുന്ന പോലത്തെ ഒരു വർത്താനമാണ് അപ്പാനി ശരത്ത് പറഞ്ഞുകൊണ്ടിരുന്നത് രേണുസുതിയുടെ അടുത്ത്. ചേച്ചി എന്നോടൊന്നും തോന്നരുത്, അക്ബർ അങ്ങനെ പറഞ്ഞത് എന്റെ തലയിലോട്ടും കൂടി ഇടരുത്, എന്നോട് ദേഷ്യം തോന്നരുതെന്നൊക്കെയാണ് അപ്പാനി ശരത്ത് രേണുസുതിയോട് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇത് ബേസിക്കലി അപ്പാനി ശരത്ത് ഗ്രൂപ്പിസമാണ് അവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ചൂണ്ടിക്കാണിച്ചപ്പോൾ പുള്ളിക്ക് പൊളിഞ്ഞു. എന്നാലും അപ്പാനി ശരത്തും അനുമോളും തമ്മിൽ ഒരു വമ്പൻ അടി വരുന്നുണ്ട് എന്നാണ് തോന്നുന്നത്. കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും കാണാം.